ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല രണ്ട് സൺസ്ക്രീനിൻ്റെ റിവ്യൂവും നല്ലൊരു ഹെയർ ജെല്ലിൻ്റെ റിവ്യൂവും കൂടിയാണ്. ആദ്യം നമുക്ക് ഹെയർ ജെൽ പരിചയപ്പെടാം. ഇതാണ് അരാത്ത എന്ന കമ്പനിയുടെ ഹെയർ ജെൽ. അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു ഹെയർ ജെല്ലാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. 50 ഗ്രാമിൻ്റെ പാക്കാണിത്. അമ്പത് ഗ്രാമിന് 299 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആഫ്റ്റർ ഷവർ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലാണിത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മതിയാകും നോർമൽ മുടിയുള്ള ഒരു വ്യക്തിക്ക്. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഹെയർ ജെല്ലാണിത്. ഫ്രാഗ്രൻസ് ഇല്ല, കളറില്ല, അത് തന്നെയാണ് ഈ ഹെയർ ജെല്ലിൻ്റെ പ്രത്യേകതയും. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇതിൽ ആഡ് ആവുന്നില്ല. നല്ലൊരു ഹെയർ ജെൽ നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഹെയർ ജെല്ലായിരിക്കും. അടുത്തത് നമ്മളൊരു സൺസ്ക്രീനാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഡോക്ടർ ഷീത്ത് എന്ന ബ്രാൻഡിൽ നിന്നാണ് ഈ സൺസ്ക്രീൻ. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും അതിന് വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. 50 ഗ്രാമിൻ്റെ ഇതിൻ്റെ പാക്കിന് 530 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സൺസ്ക്രീനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ഇതിലുള്ള നയാസിനമൈഡ് എന്ന ഇൻഗ്രീഡിയൻറ്റ് മുഖത്തിലെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും, പിന്നെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഈ സൺസ്ക്രീനിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു സൺസ്ക്രീനാണിത്. ഇത് നമുക്കൊന്ന് മറ്റൊരു സൺസ്ക്രീൻ ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. ഈ ബ്രാൻഡുമായിട്ടാണ് നമ്മൾ ഡോക്ടർ ഷീത്തിൻ്റെ ഈ സൺസ്ക്രീൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ സൺസ്ക്രീനും അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണിത്. ഇതിൻ്റെ 50 ഗ്രാമുള്ള പാക്കിന് 400 റുപ്പീസോളം ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ സൺസ്ക്രീനിനുള്ളത്. ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിനുള്ളത്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് അബ്സോർബ് ആകാൻ കുറച്ച് സമയമെടുക്കും. ഒരു വൈറ്റ് പാച്ചും ഇതിലുണ്ടാവും. ഇത് അബ്സോർബ് ആകാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് ഒരു ഭാഗം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇത് ഒരു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഓയിലി ഫീൽ ഉണ്ടാവും. ഇത് നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. ചെറിയൊരു ഓയിലി ഫീൽ അതിലുണ്ടാവും. ഇനി നമുക്ക് ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീനിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കാം. ഇത് ഒരു തിക്കായിട്ടുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. കളർ പ്യുവർ വൈറ്റ് അല്ല, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ് ഇതിലുള്ളത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി പെട്ടെന്ന് നമുക്ക് സ്കിന്നിൽ അബ്സോർബായിട്ട് പോകും. പിന്നെ ഒട്ടും ഓയിലി അല്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൺസ്ക്രീൻ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാം കൊണ്ടും നമ്മുടെ ഈ ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ് ബെസ്റ്റ്.